ദൈവത്തിൻ്റെ നല്ല വചനം നമ്മളോട് ഇടപെടുവാൻ, പേഴ്സണലായിട്ട് ഇടപെടുവാൻ പ്രാർത്ഥിക്കണം. ദൈവവചനത്തിന് ആ ഒരു പ്രത്യേകതയുണ്ട്. 10 പേര് വചനം കേൾക്കാനിരുന്നാൽ 10 വിധത്തില് ഒരേ ദൈവവചനത്തിന് ഇടപെടുവാനായിട്ട് ശക്തിയുണ്ട്. ദൈവവചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ, ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. ദൈവവചനം മനുഷ്യന്റെ വാക്കല്ല, കർത്താവിൻ്റെ വാക്ക, ജീവനുള്ള ദൈവത്തിൻ്റെ വാക്ക. ഹല്ലേലൂയ. അത് കാരണം അതിന് ജീവൻ കൊണ്ടുവരാൻ സാധിക്കും. തളർന്ന് കിടക്കുന്ന അവസ്ഥകളെ, ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥകളെ ജീവിപ്പിക്കാനായിട്ട് സാധിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം. നമ്മുടെ കർത്താവിൻ്റെ നല്ല വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവവചനത്തിനകത്ത് യോഹന്നാൻ സുവിശേഷത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് വചനം പറയുന്നുണ്ട്. ഹല്ലേലൂയ. For God 3:16 പറയുന്നുണ്ട്, For God loved the world so much that he gave his one and only son so that everyone perish but have eternal life. ദൈവം ലോകത്തിനെ ഇത്രയധികം സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? തനിക്ക് ഏകജാതനായ പുത്രനെ ലോകത്തിൽ നൽകിയിട്ട്. എന്തിനാ നൽകിയത്? ആരൊക്കെ അവനിൽ വിശ്വസിക്കുന്നോ അവരാരും നശിച്ചു പോകത്തില്ല, പക്ഷെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ എത്രയധികം ഹല്ലേലൂയ നമ്മൾ എത്രയധികം സന്തോഷിക്കണം, നമ്മൾ എത്രയധികം ആനന്ദിക്കണം. കർത്താവ് തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുക. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി. സ്തോത്രം. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ. ഇന്ന് പറഞ്ഞേ, ഇന്ന് ദൈവവചനം കേൾക്കുന്നുണ്ടോ? ഉറപ്പാ, നശിച്ചു പോകത്തില്ല. ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനം ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഉറപ്പാണ്, ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഒരു നാളും നശിച്ചു പോകത്തില്ല. സ്തോത്രം. കർത്താവിൻ്റെ വചനം, ഹല്ലേലൂയ, കർത്താവിൻ്റെ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ യേശുവിനെ കേൾക്കുന്നു. അപ്പൊ ആരൊക്കെ യേശുവിനെ കൈക്കൊള്ളുന്നോ അവർക്കൊക്കെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് അവകാശം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല, പുത്രന്റെ രാജ്യത്തിനകത്തേക്ക് കയറാനും സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം നിങ്ങളും ഞാനും നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 3-ാം വാക്യം പറയുന്നു, unless you are, I tell you the truth, unless you are born again, you cannot see the kingdom of God. നമ്മൾ വീണ്ടും ജനിക്കാതെ നമുക്ക് ദൈവരാജ്യം കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് നമ്മൾ വീണ്ടും ജനിക്കുക. അല്ലേ? നമ്മളുടെ മനം പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മൾ എത്രത്തോളം വചനം കേൾക്കുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് പുതുക്കി വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് ജീവിക്കുവാനായിട്ടുള്ള ധൈര്യം, നമുക്ക് മുന്നോട്ട് ജീവിതത്തിന്റെ പല അവസ്ഥകൾക്കകത്തും നമുക്ക് മറുപടി ലഭിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമ്മൾ കൈക്കൊള്ളും തോറും നമ്മൾ പുതിയ സൃഷ്ടികളാകുക മാത്രമല്ല, അല്ലെ, നമ്മൾ റെന്യൂഡ് ആകുക. ഓരോ ദിവസവും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് ഒരു റെന്യൂവൽ സംഭവിക്കുക, ഒരു പുതുക്കം ഉള്ളില് ഒരു റെന്യൂവൽ സംഭവിക്കുക, ഒരു പുതുക്കം സംഭവിക്കുക. ഹല്ലേലൂയ. ഇന്നലെ വരെ ഉള്ള നിരാശകളെല്ലാം നമ്മൾ രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ അതെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന, ചിലപ്പോൾ നമ്മൾ രാവിലെ ദൈവവചനം കേൾക്കും, കുറച്ചു നേരം വരെ രാവിലെ ദൈവവചനം കേൾക്കും, കുറച്ചു നേരം വരെ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കും. ഒരുപക്ഷെ ഉച്ച വരെയൊക്കെ നല്ല സന്തോഷമായിട്ട് നിൽക്കും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, എടുക്കും, ഭയങ്കര നിരാശ ഉണ്ടാകും, ഭയങ്കര ചിലപ്പം ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയതുപോലെ. ദൈവവചനം പിന്നെയും നമ്മൾ കേൾക്കുമ്പോൾ, അടുത്ത ദിവസം വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളം പുതുക്കി വരിക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് ആ ഒരു ശക്തിയുണ്ട്. നമ്മൾ എത്രത്തോളം യേശുവിനെ കൈക്കൊള്ളുന്നു, എത്രത്തോളം കൈക്കൊണ്ടുകൊണ്ടേയിരിക്കുന്നോ നമ്മൾ അത്രത്തോളം റെന്യൂഡ് ആകും. ഇതൊരു വചനം ഇവിടെ പറയുന്നു, സ്തോത്രം, യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ. അപ്പൊ നമ്മൾ വീണ്ടും ജനിക്കുന്ന നമ്മളുടെ പഴയ കാഴ്ചപ്പാടും പഴയ ചിന്തകളും പഴയ തോൽവികളും, നമ്മൾ ഇന്നും ദൈവവചനം കേട്ടിട്ടും പലപ്പോഴും ജീവിതത്തിനകത്ത് ഓരോന്ന് വരുമ്പോൾ പിന്നെ തളർന്നു പോകും, അല്ലെ? എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ജനിക്കാം, നോ, അങ്ങനെയല്ല. കർത്താവിന്റെ വചനം നമ്മൾ കൈക്കൊണ്ട്, ഹല്ലേലൂയ, നമ്മൾ പുതുക്കം പ്രാപിച്ചവരാണെങ്കിൽ വീണ്ടും നമ്മൾ ആ വചനം കേട്ട് റിന്യൂഡ് ആകാൻ നമ്മളുടെ ഉള്ളിലൊരു ജാഗ്രത ഉണ്ടാകും, ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകും. എന്നിട്ട് സ്തോത്രം, അത്
സ്തോത്രം, അത് പലവരിലും നടക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് വചനം കേട്ടു, കുറച്ച് കഴിഞ്ഞൊന്ന് ക്ഷീണിച്ചു പോയി, പിന്നെ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ റിവൈവ്ഡ് ആകുക. ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ അവസ്ഥകൾ മാറുന്നത്. പക്ഷെ അതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവസ്ഥകളൊക്കെ മെച്ചപ്പെടും. കലങ്ങാതെ ഇരിക്കാൻ കർത്താവിൻ്റെ വചനം നമ്മളെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ആ വചനം കേൾക്കാൻ, ആ വചനം വായിക്കാൻ നമ്മൾ ഉത്സാഹം കാണിക്കുന്നവര്. അപ്പം യേശുവിടെ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ പറ്റില്ല. നമ്മൾ എപ്പം ദൈവവചനം കേൾക്കുന്നോ, യേശുവിനെ രക്ഷകനായി കൈക്കൊള്ളുന്നോ, യേശു എൻ്റെ ദൈവമാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുക. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. അവൻ ദൈവരാജ്യം കാണാൻ പറ്റുന്നതാ. എന്നോടൊപ്പം പറഞ്ഞ് ദൈവരാജ്യം കാണാം. ഹല്ലേലൂയ, ദൈവരാജ്യം കാണാൻ പറ്റുന്ന. യേശു പറയുക, നിങ്ങൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവിൻ്റെ ഭാഗമായി തീരണം. ഹല്ലേലൂയ, നമ്മൾ പുതിയ സൃഷ്ടികളാകണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ പുതിയ സൃഷ്ടികളാക്കാൻ വേണ്ടിയാ യേശു കർത്താവ് വന്നത്. അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ വചനം നമ്മൾ കേൾക്കുക, നമ്മൾ പുതിയ സൃഷ്ടികൾ, നിരാശ മാറി സന്തോഷമായി, തോൽവി മാറി, അങ്ങനത്തെ ചിന്തകൾ ഇന്ന് ഹൃദയങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചേ. ഹല്ലേലൂയ, എപ്പോഴും തോറ്റു നശിച്ചു എന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയാ. എന്തിനാ തോറ്റു, ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് കുറെ കഴിഞ്ഞ് ഡിപ്രഷൻ പോലൊക്കെ ആയിപ്പോയാലേ ഒതുക്കി കളയാൻ പറ്റത്തുള്ളൂ. പക്ഷെ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ ഒരു നിത്യജീവന്റെ പാതയിൽ കയറി നിൽക്കുക. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന് നമ്മളെ പണിയാൻ സാധിക്കും, നമ്മളെ പുതുക്കം വരുത്താൻ സാധിക്കും, നമ്മൾ വീണ്ടും സാധിക്കും, നമ്മൾ വീണ്ടും ജനിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പഴയ തോൽവി ചിന്തകളെല്ലാം ഇല്ലാതാക്കി എനിക്കെന്തോ സാധിക്കും, എനിക്ക് യേശുവിൻ്റെ കൂടെ എനിക്കെന്തോ സാധിക്കും, എനിക്ക് ജയകരമായി ജീവിക്കാൻ സാധിക്കും, ഈ ചിന്തകൾ നമ്മളെ പിന്നെ ഭരിക്കാൻ തുടങ്ങും. അപ്പം യേശു പറയുവാണ്, നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, നമ്മൾ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ആ ദിവസം തൊട്ട് നമ്മളുടെ ഉള്ളില് ദൈവരാജ്യം പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന ആ ദിവസം തൊട്ട്, ആ നിമിഷം തൊട്ട് നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുക. ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുക. അതിനാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി വിട്ടുതന്നത്. യേശു മരിച്ചോട്ടെ, യേശു കാൽവരി ക്രൂശിൽ കയറിക്കോട്ടെ, യേശു തകരപ്പെട്ടോട്ടെ, കുഴപ്പമില്ല. ഹല്ലേലൂയ. പക്ഷേ യേശുവിന് അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഈ രാജ്യത്തിനകത്തേക്ക്, ദൈവത്തിന്റെ രാജ്യത്തിനകത്തേക്ക് കാണാനും കേൾക്കുവാനും നമുക്ക് കയറി നിൽക്കുവാനും സാധിക്കത്തുള്ളൂ. പരമയാഗത്താൽ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യം നമുക്ക് കാണാൻ പറ്റും. ദൈവരാജ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. 5-ാം വാക്യത്തിനകത്ത് പറയുന്നു, നോ വൺ ക്യാൻ എൻ്റർ. 5-ാം വാക്യം ഒന്ന് വായിച്ച്. യേശു പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. അപ്പം കാണാൻ പറ്റത്തില്ല, കേറാൻ പറ്റത്തില്ല അല്ലെ. വീണ്ടും ജനിച്ചില്ല എങ്കിൽ കാണാനും പറ്റത്തില്ല, വീണ്ടും ജനിച്ചില്ല എങ്കിൽ കയറാനും പറ്റത്തില്ല. അപ്പം ദൈവരാജ്യം അനുഭവിക്കുന്നതാ. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു? ലോകത്തിനെ സ്നേഹിച്ചത് കൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ മരണത്തിന് ഇരയാക്കി തീർത്തു. എന്തിനാ? ഈ യേശു കർത്താവ് ഇങ്ങനെ മരിച്ചാല് നിങ്ങൾക്കും എനിക്കും ദൈവരാജ്യം എന്ന് പറയുന്ന ആത്മീയ ലോകത്തിന്റെ അംഗത്വം ലഭിക്കാൻ, നിങ്ങൾക്കും എനിക്കും ദൈവരാജ്യത്തിനകത്ത് കയറുവാൻ, ദൈവരാജ്യം കാണുവാൻ. ഹല്ലേലൂയ. അപ്പം കർത്താവ് ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മൾ ഓരോരുത്തരും കയറണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ ആത്മസൃഷ്ടികളാകണം അല്ലേ.
ദൈവരാജ്യത്തിന് സ്ഥലമാണ്. അപ്പൊ ആത്മാവ് വസിക്കുന്ന സ്ഥലത്ത് ആത്മാവിനെ കയറാനും പറ്റത്തുള്ളൂ, ആത്മാവിനെ കാണാനും പറ്റത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പറഞ്ഞേ, ഞാനൊരു ആത്മസൃഷ്ടിയ. ഹല്ലിയ. നമ്മള് യേശുവിനെ കേട്ട്, യേശുവിൻ്റെ വചനം കേട്ട് നമ്മൾ പുതുക്കം പ്രാപിച്ചു വരുമ്പോ നമ്മള് ആത്മസൃഷ്ടികള്. അല്ലെ, യേശുവിനെ വചനം കേട്ട് നമുക്ക് ഇച്ചിരി മനസ്സിലാകാൻ, ചിന്തിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞ്, ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. ഞാനൊരു ആത്മസൃഷ്ടിയ. ഹല്ലേലൂയ. ഞാൻ ഫിസിക്കലായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആത്മാവുമായിട്ട് കണക്റ്റഡാ. ഞാൻ എൻ്റെ സോഴ്സുമായിട്ട് കണക്റ്റഡാ. ഒരു ഫോൺ അതിൻ്റെ നെറ്റ്വർക്ക് പ്രൊവൈഡറുമായിട്ട് കണക്ട് ചെയ്താലേ അതിന് എന്തെങ്കിലും ഡേറ്റ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ, അല്ലെങ്കിൽ അതിലും അപ്പുറമായിട്ട്, അല്ലെങ്കിൽ കർത്താവുമായിട്ട് പ്ലഗ് ഇൻ ചെയ്താലേ നമുക്ക് ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, ദൈവരാജ്യം കാണാൻ പറ്റത്തുള്ളൂ, ദൈവരാജ്യം കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെ രാജ്യത്തിനകത്ത് നിങ്ങൾക്കും എനിക്കും പ്രവേശിക്കാൻ പറ്റും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ല എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വചനത്താൽ ആത്മാവിനാലും വെള്ളത്താലും നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിനകത്ത്, ഹല്ലേലൂയ, കയറാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം യേശു പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണം. എവിടെ വീണ്ടും ജനിക്കണം? മനസ്സ് വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം, ചിന്തകൾ വീണ്ടും ജനിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ പറ്റും. ദൈവരാജ്യത്തിനകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും ഈ ഭൂമിയിൽ ജനിച്ചു വീഴണം. ആത്മലോകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചു വീഴണം. ഹല്ലേലൂയ. അപ്പം ഒരു കുഞ്ഞു ഭൂമിയിൽ ജനിച്ചു വീഴണമെങ്കിൽ ഭാര്യ ഭർത്താവ് ആയിത്തീർന്ന് അവരുടെ ഇടയിൽ ഒരു കുഞ്ഞു വയറ്റിൽ ജനിച്ച് എന്നാലേ ഈ ഭൂമിയിൽ ജനിച്ചു വീഴാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ ബർത്ത്, ഇതാണ് നിയമം, അല്ലെ? നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണെന്ന് പറഞ്ഞാൽ പോലും ടെസ്റ്റ് ട്യൂബിനകത്ത് ആ കുഞ്ഞിന്റെ എംബ്രിയോ ആയിട്ട് ആ എംബ്രിയോ വീണ്ടും ഒരു അമ്മയുടെ വയറ്റിനകത്ത് ആ എഗ്ഗിനെ കൊണ്ടുവന്ന് വെക്കണം, അല്ലെ? അതിനകത്ത് ആ എഗ്ഗിനെ കൊണ്ടുവന്ന് വെക്കണം, അല്ലെ? അമ്മയുടെ വൂമ്പിനകത്ത് എഗ്ഗിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മയുടെ വയറ്റിൽ വേണം ഈ കുഞ്ഞ് ജനിക്കുവാൻ. അല്ലാതെ എത്ര ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്ന് പറഞ്ഞാലും ടെസ്റ്റ് ട്യൂബിനകത്ത് ആ കുഞ്ഞ് വളരുന്നില്ല. സ്തോത്രം. ഒരു ആർട്ടിഫിഷ്യൽ എൻവയറമെന്റിനകത്ത് കുഞ്ഞ് വളരുന്നില്ല. ജനിച്ച് പുറത്ത് അതിന് ഒരു മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നത് പോലെ ജനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ഒരു മനുഷ്യ കുഞ്ഞാകാനായിട്ടുള്ള നിയമപരമോ സയന്റിഫിക് ആയിട്ടോ ഉള്ള കണ്ടീഷൻസ്. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രൊസീജിയർ പ്രകാരം നിങ്ങൾ ജനിക്കണം. ഹല്ലേലൂയ. ജനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യം കാണാൻ പറ്റത്തുള്ളൂ, ദൈവരാജ്യത്തിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഒരു അമ്മയുടെ ഒരു അമ്മയുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് പോലെ അമ്മയുടെ ചേർന്ന് വരുമ്പോ ഒരു എംബ്രിയോ, ഒരു ഫീറ്റസ് ഉണ്ടാകുന്നത് പോലെ തന്നെ, ഹല്ലേലൂയ, ദൈവവചനം നമ്മളുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മള് വീണ്ടും ജനിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നു. ആത്മമനുഷ്യൻ ജനിച്ചു വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആത്മമനുഷ്യൻ ഈ പ്രൊസീജിയറിലൂടെ, ദൈവവചനത്തിലൂടെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലും, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ, സ്തോത്രം, അവന്റെ ആത്മാവ് ജനിച്ചു വരണം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ആത്മാവ് പുതുക്കം പ്രാപിച്ചു വരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വഴികളെല്ലാം വിട്ടേച്ച് ആത്മമനുഷ്യൻ ദൈവത്തിൻ്റെതായി തീരണം. എന്നാലേ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, ദൈവരാജ്യം കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവരാജ്യം കാണാം എങ്ങനെ? എൻ്റെ ഉള്ളം പുതുക്കം പ്രാപിച്ച് ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ദൈവാത്മാവ് പറയുന്നത് കേട്ട് 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 നയിക്കപ്പെടുമ്പോൾ ഞാൻ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇനിയും ദൈവരാജ്യത്തിനകത്തേക്ക് കയറണം, അല്ലെ? കണ്ടാ മാത്രം പോരാ, കയറണം.
മോശ കണ്ടതേ ഉള്ളൂ. മോശയ്ക്ക് കയറാൻ പറ്റിയില്ല വാഗ്ദത്ത പ്രദേശത്ത്. നമ്മളെ പറ്റിയില്ല വാഗ്ദത്ത പ്രദേശത്ത്. നമ്മളെ പലവരോടും നമ്മളോട് പറയും, ഓക്കെ ദേ നമ്മളെ TV-യിലിട്ട് കാണിക്കുക, ദേണ്ട് ഇതാണ് ന്യൂസിലാൻഡ്. ഓക്കെ, ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം TV-യിലിട്ട് കാണിക്കുക, ഇത് ന്യൂസിലാൻഡ്. അപ്പൊ നമ്മളിങ്ങനെ കാണുക, ഇത് ന്യൂസിലാൻഡ്, ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ഇതെല്ലാം ഇരിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കറക്കുക, എന്നിട്ട് കറക്കിയിട്ട് നമ്മളോട് പറയുക, ദേണ്ട് ഇതാണ് ന്യൂസിലാൻഡ്. അപ്പൊ നമ്മളിത് കാണുക, ഇതാണ് ന്യൂസിലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ കണ്ടു, നമ്മളിങ്ങനെ അറിഞ്ഞു, ആരോ നമ്മളോട് പറഞ്ഞ് തന്ന അറിവില് നമ്മൾക്കിത് കണ്ടു, നമ്മളിങ്ങനെ അതിന്റെ മേളിൽ കൂടെ ഒക്കെ പറന്നു, നമ്മൾ മനസ്സിലാക്കി, ഓക്കെ ഓക്കെ, ഇതാണ് ന്യൂസിലാൻഡ്. പക്ഷെ നമുക്ക് ആ രാജ്യത്ത് കയറണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ വിസ വേണം, ആ രാജ്യത്തിന്റെ ട്രാവൽ പ്രൊസീജിയർ എല്ലാം നമ്മൾ പൂർത്തിയാക്കണം. ഈ ട്രാവൽ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആക്കിയാലേ നമ്മുടെ പാസ്പോർട്ടിനകത്ത് വിസ സ്റ്റാമ്പ് അടിച്ച് നമുക്ക് ആ രാജ്യത്തിന് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ദൈവവചനം കേൾക്കുമ്പം നമുക്ക് ദൈവരാജ്യത്തിനെ കുറിച്ച് ഇങ്ങനെ അറിവ് കിട്ടും. ഇങ്ങനെയാണ് ദൈവരാജ്യത്തിനകത്ത് അങ്ങനെ ക്ഷമിക്കണം, ഇങ്ങനെ കൊടുക്കണം, അങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ നോക്കണം, ഇതെല്ലാം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമുക്കിങ്ങനെ എല്ലാം കാണാം. പക്ഷേ നമുക്ക് ഈ രാജ്യത്തിനകത്തേക്ക് അകത്ത് കയറിയാലേ, ന്യൂസിലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് കയറിയാലേ ആ രാജ്യം എങ്ങനത്തെയാണെന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ആ രാജ്യത്ത് വളരുന്ന ചെടികളും അവിടെ വളരുന്ന മൃഗങ്ങളും അവിടെ ജീവിക്കുന്ന മനുഷ്യരോടും ഒക്കെ എനിക്ക് പെടാനും സംസാരിക്കാനും അവിടെ വളരുന്ന പഴങ്ങളൊക്കെ പറിച്ച് തിന്നാനും ആ പ്രദേശത്ത് ഇരിക്കാനും ഒക്കെ എനിക്ക് അതിനകത്ത് കയറാൻ പറ്റിയാലേ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്ത് വിസ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് രാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ദൈവരാജ്യത്തിനകത്ത് ഞാൻ കേറി, ഹല്ലേലൂയ, അതിന്റെ നന്മകൾ അനുഭവിക്കണമെങ്കിൽ, അവിടെ വളരുന്ന ഫലങ്ങൾ തിന്നണമെങ്കിൽ, യഥാകാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവരാജ്യത്തിനകത്ത് എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എനിക്ക് പറിച്ചു തിന്നണം. എനിക്ക് അതൊക്കെ എൻ്റെ പോക്കറ്റിൽ ഇടണം. എനിക്ക് അതിൻ്റെ ശരീരത്ത് കാണണം. എനിക്ക് അവിടെ കാണുന്ന ആഭരണങ്ങളൊക്കെ എടുത്ത് അണിയണം. ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് പറയുന്നു, വേറെ ഒരു രക്ഷയുമില്ല, നിങ്ങൾ ജലത്താലും ആത്മാവിനാലും വീണ്ടും, രണ്ട് വിധത്തിൽ വീണ്ടും ജനിക്കണം. സ്തോത്രം. എൻ്റെ ആത്മാവ് വചനം കേട്ട് പുതിയ മനുഷ്യനാകണം. 2, ഹല്ലേലൂയ, ഒരു അമ്മയുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ ആ കുഞ്ഞിന് ലോകത്തേക്ക് പുറത്തു വരാൻ പറ്റത്തുള്ളെങ്കിൽ, അതേപോലെ തന്നെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ച് ഞാൻ വെള്ളത്താൽ ആ പ്രൊസീജിയർ, ഹല്ലേലൂയ, വെള്ളത്തിനകത്ത് ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ മുക്കിക്കളഞ്ഞേച്ച് പുതിയ മനുഷ്യനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തേക്ക് കയറുക. ന്യൂസിലാൻഡിൽ ചെന്ന് കാല് വെച്ച് കയറണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ ആത്മാവിനാൽ വീണ്ടും ആത്മസ്നാനത്താൽ വീണ്ടും ജനിക്കണം. എൻ്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വന്ന് എൻ്റെ ആത്മാവിൽ വന്ന് വീണ് കണക്റ്റഡായി, ഹല്ലേലൂയ, എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കണം. 2, ജലത്തിലൂടെ ഞാൻ പുതുക്കം പ്രാപിച്ചു വീണ്ടും ജനിച്ച് ഞാൻ ദൈവരാജ്യത്തിനകത്തേക്ക് കയറണം. ഹല്ലേലൂയ. ഒരു മനുഷ്യ കുഞ്ഞ് ലോകത്തിൽ ജനിക്കുന്ന പ്രൊസീജിയർ അമ്മയുടെ വയറ്റിലൂടെയാ ജനിച്ചു വീഴുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമ്മൾ വീണ്ടും ജനിച്ചു വീണെങ്കിൽ വെള്ളത്തിനകത്തൂടെ കടന്നുപോയി വീണ്ടും ജനിച്ചു വീഴും. സ്നാനമുണ്ട്, ആത്മസ്നാനവുമുണ്ട്, ജലസ്നാനവുമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ദൈവരാജ്യത്തിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കണ്ടോ പ്രൊസീജിയർ? യേശു പറയുക, അതുവരെ എന്ത് സംഭവിക്കും? പ്രവേശിക്കത്തില്ല, നോക്കിക്കൊണ്ട് നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് യേശു അവിടെ പറയുക, യോഹന്നാൻ 3:6 പറയാ, മനുഷ്യർക്ക് മനുഷ്യ കുഞ്ഞുങ്ങളെ മാത്രമേ പ്രസവിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ വയറ്റിനകത്ത് ജനിക്കുന്ന മനുഷ്യക്കുഞ്ഞ്, ഈ മൃഗത്തിനകത്തൂടെ മനുഷ്യക്കുഞ്ഞ് ജനിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറഞ്ഞാലും പുറത്തേക്ക് വരുന്ന, നോ, അബ്സല്യൂട്ട്ലി നോട്ട്.
അങ്ങനെ ഇതുവരെയായിട്ടും ഒരു കണ്ടുപിടുത്തവും ഉണ്ടായിട്ടില്ല. ഒരു സ്ത്രീ തന്നെ വേണം. അതാണ് നമ്മൾ സറോഗേറ്റ് മദർഹുഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. ചില ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പറ്റാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ഉദരം അവരെ കടമെടുക്കും അല്ലെ. എന്നിട്ട് കടമെടുത്തിട്ട് അതിനകത്ത് അല്ലെ എന്നിട്ട് കടമെടുത്തിട്ട് അതിനകത്ത് ഈ എന്താ കുഞ്ഞിനെ വളർത്തിയെടുക്കും, ഒരു ഇൻക്യുബേഷൻ പോലെ. പക്ഷെ ഇതുവരെയായിട്ടും മനുഷ്യന്റെ ബുദ്ധി എത്രത്തോളം കണ്ടുപിടിച്ചിട്ടും പുറത്തൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ഒരു 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 സാഹചര്യം കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് യേശു കർത്താവ് പറയുക, ആത്മാവ് നിങ്ങളുടെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവുമായിട്ട് ചേർന്ന് ഹല്ലേലൂയ മനുഷ്യന്റെ ആത്മാവ് പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്ത് ആത്മസ്നാനപ്പെടണം. 2 ജലസ്നാനവും പെടണം. ഹല്ലേലൂയ ഈ 2 പ്രൊസീജിയർ. അപ്പം ഒരു രാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കയറണമെങ്കിലും ഇങ്ങനത്തെ പ്രൊസീജിയർ ഉണ്ട്. വെള്ളത്താൽ മാത്രം സ്നാനപ്പെട്ടാൽ പോലെ ആത്മാവിനാലും സ്നാനപ്പെടണം. ആത്മാവിനാലും മാത്രം സ്നാനപ്പെട്ടാൽ പോലെ പലവർ ആത്മസ്നാനം എന്തുവാ, നമ്മള് ആത്മാവ് നമ്മളുടെ മേൽ വന്ന് നമ്മള് ആത്മീയ കാര്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങള് ദൈവം നമ്മളോട് ഇടപെടും. നമ്മളെ ദർശനങ്ങൾ കാണിക്കും, വെളിപാടുകൾ തരും, വചനം തരും, അന്യഭാഷ തരും. ഇതെല്ലാം പലവരും പറയും, ഓ എനിക്കിതെല്ലാം ഉണ്ട്, അത് കാരണം ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുന്നില്ല. അല്ലെ, പറ്റത്തില്ല. യേശു പറയുന്ന ആത്മസ്നാനം മാത്രം പോരാ, ഞാൻ ജലത്തിൽ സ്നാനപ്പെട്ടു, ഞാൻ പോയി സ്നാനപ്പെട്ടു, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി ഞാൻ പൊങ്ങി വന്നു, ഇനി ഞാൻ ദൈവരാജ്യത്തിനകത്ത. പക്ഷെ യേശു പറയാ, അയ്യോ അതും പോരാ, അതിൻ്റെ കൂടെ ആത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളും കൃപാവരങ്ങളും ആത്മാവ് നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയ്ക്കകത്ത് കയറണം. എന്തിനാ? ആത്മാവ് വീണ്ടും ജനിക്കണം. എന്നിട്ട് യേശുവോട് പറയുക, മനുഷ്യര് മനുഷ്യ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, പക്ഷെ ആത്മാവിൽ സ്നാനപ്പെട്ടാലേ ആത്മകുഞ്ഞായിട്ട് ജനിച്ചു വീഴാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് യേശു പറയുക അവിടെ, ഹല്ലേലൂയ, നീ ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അപ്പം വീണ്ടും യു ഹാവ് ടു ബി ബോൺ അഗൈൻ. ഹല്ലേലൂയ. 2 വിധത്തിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. അതുവരെ എന്ത് പറ്റും അല്ലെ? അപ്പം യേശുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, നമ്മൾ വീണ്ടും ജനിക്കുക. നമ്മൾ ആ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യം ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റും. അല്ലേ, ഞാൻ ന്യൂസിലാൻഡ് എന്നുള്ളൊരു രാജ്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് അതിനെ ഇങ്ങനെ കാണാൻ പറ്റും, ടി വിയിൽ കാണാൻ പറ്റും. ആരെങ്കിലും എന്നെ അതിന്റെ മേളിൽ കൊണ്ടുപോയി ഇങ്ങനെ പറത്തിയിട്ട് എന്നെ കാണിക്കുമായിരിക്കും. പക്ഷെ അവിടെ ലാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓൾ ക്ലിയർ വേണം. ഹല്ലേലൂയ. പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കണ്ടാൽ മാത്രം പോരാ. ഇന്ന് പറഞ്ഞേ, എനിക്ക് കണ്ടാൽ മാത്രം പോരാ, എനിക്ക് കയറണം. ഹല്ലേലൂയ. എനിക്ക് കയറണമെങ്കിൽ സ്തോത്രം 2 പ്രൊസീജിയേഴ്സ് ഉണ്ട്. 1 വെള്ളത്താൽ സ്നാനപ്പെടണം, 2 ആത്മാവിന്റെ സ്നാനം വേണം. ഇത് 2ഉം വാഞ്ചിക്കണം, ഇത് 2ഉം ആഗ്രഹിക്കണം. ഞാൻ പറയട്ടെ, ആത്മാവ് നിറഞ്ഞവര് ആഗ്രഹിക്കണം വെള്ളത്താൽ സ്നാനപ്പെടാൻ. വെള്ളത്താൽ സ്നാനപ്പെട്ടവർ ആഗ്രഹിക്കണം ആത്മാവിനാലും സ്നാനപ്പെടാൻ. ഇത് 2ഉം ഇല്ലാത്തവര്, ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നവര് ആഗ്രഹിക്കണം, കർത്താവേ എന്നെ നിന്റെ ഭാഗമാക്കി തീർക്കണം. ഒരു രാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ, ഒരു രാജ്യത്ത് എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, അമേരിക്കയിലൊക്കെ പോയവർക്കറിയാം അല്ലേ, അവർ കുറെ നാൾ അവിടെ നിന്നിരിക്കുന്ന 7 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഗ്രീൻ കാർഡ് കിട്ടണം. ഗ്രീൻ കാർഡ് കിട്ടിയാലേ അവർക്ക് അവിടുത്തെ ആ രാജ്യത്തിന്റെ പരിപൂർണമായ ബെനിഫിറ്റ്സ് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇടയിൽ പലവരും UK-യിലും കാനഡയിലും ഒക്കെ നിൽക്കുന്നവർ അടുപ്പിച്ച് കുറെ നാൾ നിന്ന് കഴിയുമ്പോൾ അവർക്ക് ആ പ്രൊസീജിയർ ഉണ്ടല്ലേ, അവർ ആ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ട് അവര് അതിന്റെ സിറ്റിസൺഷിപ്പോ നാച്ചുറലൈസേഷനോ എന്താണെന്ന് വെച്ചാൽ അവരതിനെ സ്വീകരിക്കും. അവരാ രാജ്യത്തിന്റെ പിന്നെ അവിടെ ഉള്ള ആൾക്കാരെ പോലെ തന്നെ ഇവരും അതിന്റെ ഭാഗമായി തീരും. എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ദൈവരാജ്യത്തിനകത്തുള്ള സകല നന്മകളും സകല അവകാശങ്ങളും സകലതും പൂർണ്ണമായി അത്
പ്രവേശിക്കണം. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണം. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലിയ ആത്മാവ് സ്നാനപ്പെടണം. ഹല്ലെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ മേൽ വന്ന്, അതാ പലവരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കരണ്ട് അനുഭവപ്പെട്ടു. ഒരു 3-4 ദിവസത്തേക്ക് മരവെച്ചിങ്ങനെ കിടന്നു. എന്താ? വെച്ചിങ്ങനെ കിടന്നു. എന്താ? ആത്മാവിന്റെ സ്നാനമേറ്റു. ഹല്ലേലൂയ. ചിലവര് പറയത്തില്ലേ, അവര് വെള്ളത്തിൽ പോയി, അവര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവര് സ്നാനപ്പെട്ടു. അപ്പൊ ആ വെള്ളത്താലും സ്നാനം വേണം, ആത്മാവിനാലും സ്നാനം വേണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഹല്ലേലൂയ, എപ്പോഴും ദൈവരാജ്യത്തിനകത്തിരുന്ന് പിതാവിനോട് സംസാരിച്ച് യേശുവിന്റെ മാറത്ത് കിടന്ന് ഹല്ലേലൂയ ആ ദൈവരാജ്യത്തിനകത്തുള്ള എല്ലാ നൽഫലവും പറിച്ച് തിന്ന് പുഷ്ടിപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. എല്ലാവരുടെയും ആഗ്രഹം ഇതായിരിക്കണം, ഞാൻ സ്നാനപ്പെട്ടു ഇനിയും കൈകെട്ടിയിരിക്കാം എന്നല്ല, ആത്മാവിന്റെ ആ ബലം വേണം. ഹല്ലേലൂയ. ഇത് രണ്ടും വേണം. ഇന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വചനം ഹൃദയങ്ങൾക്കകത്ത് കയറി ചെല്ലട്ടെ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അംഗത്വമാകുവാൻ, ദൈവരാജ്യത്തിനെ കാണുവാൻ മാത്രമല്ല, പക്ഷെ ദൈവരാജ്യത്തിനകത്തേക്ക് കാല് വെച്ച് കയറി ഹല്ലേലൂയ. ഒരു വീട്ടിനകത്ത് എങ്ങനെയാണോ കാല് വെച്ച് കയറി ജീവിച്ച ആ വീടിന്റെ ഭാഗമായി തീരുന്നത്, ആ വീടിന്റെ എല്ലാ നന്മയുടെയും ഭാഗമായി തീരുന്നത്, അതേപോലെ തന്നെ കർത്താവേ നീ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും അകത്ത് ഈ താല്പര്യം ഉണ്ടാകുക മാത്രമല്ല, അവർക്ക് ഇത് അനുഭവമായി തീരട്ടെ. ദൈവവചനം പറയുന്നു അങ്ങനെയെങ്കിൽ ഇങ്ങനെ കയറാൻ പറ്റും. കർത്താവെ അങ്ങനെ തന്നെ കയറുവാനും ദൈവരാജ്യം പൂർണ്ണമായി അനുഭവിക്കുവാനും ഹല്ലേലൂയ. കർത്താവെ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ.